നമ്മൾ വടക്കനാഥല്ലാണ് പാറ വടക്കനാഥനിലേക്ക് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെയ്യണം. നമ്മൾ വടക്കനാഥ ആന കൊണ്ടത് ശ്രീമലിക്കര കണ്ടുമുട്ടി 2026 ഇപ്പൊ 3 വർഷമായില്ലേ കണ്ടുമുട്ടുന്നത്. നിങ്ങൾക്ക് അതിന്റെ വേറെ റൂട്ടിട്ടുണ്ട്. എല്ലാം നമ്മൾ ഒരുമിച്ച് നിൽക്കാണ്. അതും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറ്. കൂട്ടുപള്ളി കഴിഞ്ഞാൽ തന്നെ വർഷങ്ങളായിട്ട് കൊണ്ടുനടന്നിട്ടുള്ള തെറ്റാണ്ട് കൊണ്ടുനടന്നുള്ള അതുപോലെ മണ്ണിൽ നിന്ന് റോട്ടിൽ നിന്ന് മണ്ണിലേക്ക് ഇറക്കുമ്പോൾ അതിന് ശ്രദ്ധിക്കണം. അതുപോലെ ആ മരത്തിന്റെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ശ്രദ്ധിക്കണം. അത് നോക്കി കണ്ട് പരിപാടി തറിയ കൂടുമ്പോൾ ആൾക്ക് വിഷമം. അതിന് നമ്മൾ കണ്ടറിഞ്ഞ റൂട്ടിൽ പരിപാടി ഇപ്പൊ തെറ്റിയടഞ്ഞാൽ നമ്മൾ പണിക്ക് നിൽക്കുകയാണ്. റോട്ടിൽ നമ്മൾ തോട്ടുമ്പോൾ പഠിക്കുമ്പോൾ താഴ്ത്തിട്ട് നമ്മളെ പറഞ്ഞ കൂട്ടുകാരനെ തെറി വിളിച്ച് അവരെ തെറി വിളിച്ച് നമ്മളെ വല്ലോട്ടി നീങ്ങിക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി കയറി പോവാളാന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ സീനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ അപ്പുറത്ത് കൊണ്ട് ഇറക്കിയ പരിപാടി എടുക്കാം. അവിടെ പരിപാടി എടുക്കില്ല എന്നുള്ളൂ. അത് കഴിഞ്ഞ് അപ്പുറത്തെ സ്ഥലത്ത് കൊണ്ടുപോയാൽ അവിടെ പരിപാടി അതായത് നമുക്ക് നാളുകളുടെ മുമ്പിൽ എങ്ങനെ കയറ്റി നിർത്തും. അതിനുള്ള കൊമ്പും ഞാനുണ്ട് ആനെ കാണാൻ യോഗ്യത. അപ്പൊ ശരിയാൻ പോട്ടല്ലേ പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ ആനയോട്ട് ഫുള്ള് മഴ എത്താണ്ടാ തുടങ്ങിയിട്ടില്ല. നല്ല മഴ. ആൾക്കാരൊക്കെ മഴയത്ത് വെയിറ്റ് ചെയ്യാൻ എല്ലാവരും നനഞ്ഞ് പിണ്ടി കഴിഞ്ഞ് വേഗം തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴ മാറിയാൽ മതിയായിരുന്നു അല്ലേ. മഴ മാറി രക്ഷപ്പെടാനേ ഉള്ളൂ. അപ്പൊ ആനയോട്ട് തുടങ്ങിയിട്ടാ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ആനയോട്ട് തുടങ്ങി. മഴ അപ്പൊ തൃശ്ശൂര് എന്ത് മഴയാ വെയിലാ എന്തുണ്ടെങ്കിലും തന്നെ എല്ലാവരും തൃശ്ശൂരുള്ള എല്ലാ ആനപ്രേമികളും കേരളത്തിലുള്ള എല്ലാ ആനപ്രേമികളും വടക്കാൻ്റെ മണ്ണിൽ വരും. അതേ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാം വരുന്നുണ്ട്. ചെറുത്താട്ടനൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ പാർവനി ഇതേ ഭക്ഷണം കൊടുക്കാൻ നിൽക്കുക. മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴ കേട്ടാ. ഇന്ത്യാനെ അവിടെ തകർക്കുന്നുണ്ട് ഗംഭീര മഴയത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇത്ര സന്തോഷമുള്ള കാര്യം നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാവും. വളരെ ചെറിയ കുട്ടികൾ തുടങ്ങിയിട്ട് പ്രായമുള്ള ആൾക്കാർ വരെ വന്ന് ഭക്ഷണം കൊടുക്കണം ആനയ്ക്ക്. നമുക്ക് സന്തോഷം ഉണ്ടാവും. നമ്മുടെ ചാണ്ടി ഉമ്മസാറ് ആള് MLA കൂടെ പാസ് ചെയ്യുന്നുണ്ട് ആനകളെ കണ്ടിട്ട്. അപ്പൊ പറഞ്ഞു വന്നത് കണ്ട. അപ്പൊ എല്ലാവരും ആ തിരക്കിലും മഴ കൊണ്ടും ബുദ്ധിമുട്ടിയവരൊക്കെ ഒരു ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വരുന്നു. അത് വലിയൊരു അവർക്ക് സന്തോഷം. അതിപ്പോ ഇന്നത്തെ ഒരു ദിവസം കുറച്ചുകൂടി സ്പെഷ്യലായിട്ടൊരു ദിവസമായ കാരണം അത്ര തിരക്കിൻ്റെ ഇടയിൽ ഭയങ്കര തിരക്കാണ്. നമുക്കത് കണ്ടു വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊന്നും ഇതിനാവുന്ന കാരണം അത്ര വലിയൊന്നും തോന്നില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടുള്ള വാല്യൂ ഇങ്ങനെയൊന്ന് മനസ്സിലാവും. ഒരു സിനിമാ താരം വരുന്നുണ്ട്. വളരെ അത്യാവശ്യം നല്ല ആനപ്രേമിയാന്ന് തോന്നുന്നു. നമ്മുടെ പാർവനിയൊക്കെ അത് തൊട്ടിത്താലോടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. സിനിമാ താരത്തിനെ പിടികിട്ടി. നമ്മളെ സൺഡേ ഹോളിഡേ ആസിഫലിനെ തേച്ച ആളിട്ടാ. അതാണ് സിനിമാ താരം. ആൾക്ക് ആനയൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. പാർവനിയൊക്കെ നന്നായി കളിപ്പിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ആന വലിയ ശല്യം കാരണം കുഴപ്പമില്ല. ആന തിന്നാനുള്ള മൂടിയിൽ നിൽക്കണ്. എല്ലാവരുടെ അടുത്തും ആന എവിടെ നിൽക്കിയാൽ തിന്നാൻ കിട്ടണത് നോക്കി നിൽക്കുക. അപ്പോൾ ഊട്ട ഏകദേശം കഴിഞ്ഞു. ആനകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ എല്ലാവരും തൊഴിച്ചിട്ട് ഇതേ വടക്കാന തൊഴിച്ചിട്ട് പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇതേ കാവേരി നമ്മളും വടക്കാന തൊഴുത് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പുറത്ത് പോയി ഇനി വീഡിയോസ് എടുക്കാൻ പറ്റുന്ന അറിയില്ല. അതെ നമ്മുടെ പിള്ളേരുകളൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിൻ്റെ വീഡിയോ നല്ല രീതിയിൽ കുറച്ചും കൂടി മഴയൊന്നുമില്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പുറത്തെ വീഡിയോസൊന്നും നമ്മളൊന്നും അപ്ലോഡ് ചെയ്യണില്ല.